വിളക്കെടുക്കാൻ വന്ന ആള് വിളക്കെടുക്കാൻ വന്ന ആള് അവിടെ എനിക്കറിയാം വിളക്കെടുക്കാൻ വന്ന ആളെ ഞാൻ വിളക്കെടുക്കാൻ വന്ന ആള് റോഡ് പോയിട്ടുണ്ട്. ഞാൻ പക്കത്തിൽ തൊഴാൻ വേണ്ടി ഉണ്ടായിരുന്നു. ഇപ്പൊ പോയതാണ് ഈ അടുത്ത് ഒരു 5 മുമ്പ് ആള് പോയത്. നിങ്ങളെ വീഡിയോസ് ഒന്ന് കാണിച്ചു കൊടുക്കും. ആ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കും. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ വ്യക്തിയാണ്. അപ്പൊ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. സ്ത്രീയായി മാറിയ വ്യക്തിയാണ്. ഞാൻ നോർമലി എവിടെ ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയ നമുക്ക് സന്തോഷമാണ്. വളരെ വളരെ നല്ല പബ്ലിക്കിൽ വിളക്കായിട്ട് വരുന്ന ആളാണ്. മനസ്സിലായോ? അതൊരു ഐതിഹ്യത്തിന് വളരെ മോശമാണ്. പറഞ്ഞത് നമ്മുടെ നാട്ടിലെ കുറെ സദാചാര ചേട്ടന്മാരും അമ്മാവന്മാരും ഉണ്ടല്ലേ. കേരളത്തിലുള്ളതുപോലെ തന്നെ ഇത്രയും അധികം, അതായത് കേരളത്തിൽ നിന്ന് വേറെ ആരെങ്കിലും ഉണ്ടോ, വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് നമ്മൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള സദാചാര ചേട്ടന്മാരും അമ്മാവന്മാരും ഉള്ളത്. ഈ സദാചാര ചേട്ടന്മാരെ കൊണ്ട് വല്ല ഉപയോഗം ഉണ്ടോ എന്ന് വെച്ചാൽ ഒരു ഉപയോഗവും ഇല്ല. നാട്ടിലും വീട്ടിനും പൊതുശല്യമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു ചേട്ടന്മാരും അമ്മാവന്മാരും എല്ലാം. 4 ആള് കൂടുന്ന സ്ഥലത്ത് വന്നിരുന്ന് ഷോ കാണിക്കുക, അതും പട്ടി ഷോ കാണിക്കുക എന്ന് പറയുന്നില്ലേ, അത് തന്നെയാണ് ഇവന്മാരുടെ ജോലി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളവന്മാരെ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ശല്യമാണ് കേട്ടോ. പെട്ടെന്നാണ് എന്തെങ്കിലും ഒരു കാര്യം, ഇല്ലാത്ത ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവന്മാരെ പോലെയുള്ളവന്മാർ ഇടങ്ങേറിട്ട് വരുന്നതും. അത് ഒരു ചെറിയ പ്രശ്നമായിരിക്കും, അതിനെ വലുതാക്കി പെരുക്കി അവിടെ സ്റ്റാർ കളിക്കാനാണ് ഇവന്മാരുടെ ഏറ്റവും വലിയ മെയിൻ ഹോബി എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു സദാചാര പ്രവൃത്തി തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്നത്. അത് മറ്റൊരിടത്തുമല്ല, കൊറ്റുംകുളങ്ങര ദേവി ക്ഷേത്രത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സദാചാര വാദം നമ്മൾ കേട്ടത്. അത് ചവറയിലാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ദുർഗാദേവിയുടെ ഒരു അമ്പലമാണ്. ചമയവിളക്ക്, ഇതാണ് ഈ ഒരു അമ്പലത്തെ ഏറ്റവും കൂടുതൽ പ്രശസ്തിയാക്കിയത്. ഈ ഒരു ഫെസ്റ്റിവൽ ഈ ഒരു അമ്പലത്തിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണ്. ഈ ചമയവിളക്ക് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലുള്ളവർ മാത്രമല്ല, ഇന്ത്യയിലുള്ള ലക്ഷക്കണക്കിന് ആളുകൾ തന്നെയാണ് ഇവിടെ എത്തുന്നത്. ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത് മാർച്ച് മാസത്തിലാണ്. നമ്മളെടുത്ത് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു 60-70% ആളുകൾ എടുത്ത് നോക്കുവാണെങ്കിൽ കൂടുതലും ഈ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു ചമയവിളക്ക് എന്ന് പറയുന്നത് ഒരു വഴിപാടാണ്. പുരുഷന്മാർ നേർച്ച ചെയ്യുന്ന ഒരു വഴിപാടാണ് ചമയവിളക്ക് എന്ന് പറയുന്നത്. അമ്മമാർ ഭാര്യമാരൊക്കെ ഈ ഒരു വഴിപാട് നേരാറുണ്ട്. പക്ഷെ മെയിൻലി ഈ ഒരു വഴിപാട് നേരുന്നത് പുരുഷന്മാരാണ്. ഈ പുരുഷന്മാർ എന്ത് ചെയ്തു, സ്ത്രീകളെ പോലെ ഒരുങ്ങി ആണ് ഇവിടെ വരാറുള്ളത്. ശരിക്കും ഇവരെ കാണുമ്പോൾ തന്നെ ഭയങ്കര സുന്ദരികളായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ആ ഒരു വീഡിയോയിൽ ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് സ്ത്രീകളെക്കാളും ഏറ്റവും ഭംഗിയായിട്ടാണ് എന്ന് വെച്ചാൽ ആ പുരുഷന്മാർ ഒരുങ്ങി വരുന്നത് കാണുമ്പോൾ ഒരു വല്ലാത്ത ഒരു സൗന്ദര്യം, ഒരു ഭംഗി തന്നെയാണ് നമുക്ക് അവരിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഇവരെ സ്ത്രീകളെ പോലെ ഒരുങ്ങിയിട്ട് ആ ഒരു വിളക്കെടുത്ത് ആ ഒരു ദേവിക്ക് കൊടുക്കുന്ന വഴിപാട്, അങ്ങനെയാണ് ഈ ഒരു ഫെസ്റ്റിവലിന്റെ കാര്യങ്ങൾ നടക്കുന്നത്. എന്ന് വെച്ച് പുരുഷന്മാർക്ക് മാത്രമാണോ ഒരു അമ്പലത്തിൽ വരാൻ പറ്റുകയുള്ളൂ എന്നില്ല. ആർക്കും വേണമെങ്കിലും ജാതിമത ഭേദമന്യേ തന്നെ എല്ലാവർക്കും വരാവുന്ന ഒരു അമ്പലം തന്നെയാണ് ഈ ഒരു കൊറ്റുംകുളങ്ങര അമ്പലം എന്ന് പറയുന്നത്. ഇവിടെ മതം എന്ന് പറയുന്നത് ഒരു പ്രശ്നവുമുള്ള കാര്യമല്ല. അപ്പം കഴിഞ്ഞ ദിവസം ഈ ഒരു അമ്പലത്തിൽ ആ ഒരു ഉത്സവം നടക്കുമായിരുന്നു. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജാസി ഈ ഒരു അമ്പലത്തിൽ വന്നു. ജാസി അറിയാത്ത ആളുകളില്ല, ചുരുക്കം ചിലർക്ക് മാത്രമായിരിക്കും ജാസിയെ കുറിച്ച് വലിയ അറിവില്ലാത്തത്. എന്നാലും അത്യാവശ്യം ഫെയിം ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തന്നെയാണ് ജാസി എന്ന് പറയുന്നത്. പുള്ളിക്കാരി ഇപ്പം ഒരു ട്രാൻസ്ഫോമൺ ആകുന്ന ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കണം. അപ്പൊ പുള്ളിക്കാരി തന്നെ ഫ്രണ്ടുമായിട്ടാണ് ഈ ഒരു അമ്പലത്തേക്ക് തൊഴാൻ വന്നത്. അപ്പൊ ജാസിയുടെ കൂടെയുള്ള ഫ്രണ്ട് ഇതുപോലെ പെൺവേഷം കെട്ടിയിട്ട് ഈ ഒരു അമ്പലത്തിൽ വിളക്കെടുത്ത് തൊഴാൻ വരുന്നുണ്ട്. അപ്പം ജാസി സ്വാഭാവികമായിട്ട് ഇവരോട് വന്ന് ആ ഒരു അമ്പലത്തിൽ തൊഴാൻ എത്തിയതാണ്. അങ്ങനെ നമ്മുടെ ജാസിയും ഫ്രണ്ടും ഈ ഒരു അമ്പലത്തിൽ വന്ന സമയത്ത് തന്നെ ഇതുപോലെ കുറെ സദാചാര ചേട്ടന്മാര് ഈച്ചടിച്ചിരിക്കുകയാണ്. ആരുടെ മേലില് ഇന്ന് ഷോ കാണിക്കാം എന്നങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ജാസിയെ കണ്ടതും ഈ ഒരു ജാസിയെ വളഞ്ഞ് ഈ സദാചാര ചേട്ടന്മാരെങ്കിലും വളഞ്ഞു നിന്നത്.
ശരിക്കും ഇവന്മാർക്കൊക്കെ എന്തിന്റെ കുഴപ്പമാണ്? ഇവന്മാർക്ക് എന്ത് റൈറ്റ്സ് ഉണ്ട് ഒരാൾ അമ്പലത്തിൽ വരുന്നത് അവരെ തടഞ്ഞു നിർത്തി ഇത്തരത്തിലുള്ള പ്രവൃത്തി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യാൻ ഇവന്മാരാരാണ്? ഓരോ വ്യക്തിക്കും വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓരോ ആചാരങ്ങൾ അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പം അതിനെ ഒരു ചോദ്യം ചെയ്യാനുള്ള അധികാരം ആരാണ് ഇവന്മാർക്ക് കൊടുത്തിട്ടുള്ളത്? അപ്പൊ ഈ ചേട്ടന്മാര് ജാസി അങ്ങ് തടഞ്ഞു നിർത്തിയിരിക്കണ്. തടഞ്ഞു നിർത്താനുള്ള കാരണം എന്താണ്? ജാസിയുടെ കയ്യിൽ വിളക്കില്ല. ഈ ചേട്ടന്മാർ കണ്ടെത്തിയ ആകെ ഒരു തെറ്റ്. ഇപ്പൊ ജാസിയുടെ ഉമ്മാര് ചോദിക്കുകയാണ് വിളക്ക് എവിടെ? വിളക്കില്ലാതെ ഇതിനകത്ത് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവന്മാര് കയറി ഷോ കാണിക്കാൻ തുടങ്ങി. ജാസി അതിനെ മാന്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് മറുപടി കണ്ടത്. നമ്മൾ വീഡിയോയിൽ കണ്ടതാണല്ലോ, പുള്ളിക്കാരത്തി ട്രാൻസ്ഫോമർ ആയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു വിളക്കെടുക്കാൻ ഇപ്പൊ സാധിക്കില്ല. വളരെ മാന്യമായിട്ട് തന്നെയാണ് ജാസി അവരോട് പെരുമാറിയത്. ആ ഒരു വീഡിയോയിൽ നമ്മൾ കാണാം, അവർ ഒരു പ്രകോപനം നടത്തുകയോ ഒന്നും ചെയ്യുന്നില്ല. വളരെ ഡീസന്റ് ആയിട്ട് എത്രത്തോളം മാന്യമായിട്ട് സംസാരിക്കാൻ പറ്റുന്നോ ആ രീതിയിൽ തന്നെയാണ് ജാസി അവർക്ക് മറുപടി കൊടുത്തത്. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ജാസി ദേവിയോട് പ്രാർത്ഥിക്കാൻ അമ്പലത്തിൽ പ്രാർത്ഥനയ്ക്ക് വന്നെയാണ്. ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ ആരുടെയെങ്കിലും അനുവാദം വേണോ? ഈ ഒരു അമ്പലം പോട്ടെ, ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ മറ്റുള്ളവരുടെ അനുവാദം ആരുടെയെങ്കിലും വേണോ? അത് അവരവരുടെ അവകാശമാണ്. അതിൽ കയറി ചോദ്യം നടത്താനുള്ള അധികാരം ഇവന്മാർക്ക് ഇല്ല. പക്ഷെ ഇപ്പൊ ഇവിടെ ജാസിയുടെ കയ്യിൽ വിളക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവന്മാർ ഒരു വിധത്തിൽ സമ്മതിക്കില്ല, പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്നുള്ള കട്ടായത്ത് നിൽക്കുകയാണ്. പക്ഷെ അങ്ങനെ പറയുന്ന ഉമ്മാരാരാണ്? തടഞ്ഞു നിർത്താനും അനുവാദം കൊടുക്കാനൊക്കെ ഉമ്മാരാരാണ്? ശരിക്കും ജാസി ഉമ്മാർക്കെതിരെ കേസ് കൊടുത്താനുണ്ടല്ലോ, ഇവന്മാരാണ് പെട്ടുപോകുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്തരത്തിലുള്ള പ്രവൃത്തി അത് ഒട്ടുമിക്ക ആളുകൾക്ക് അക്സെപ്റ്റ് ഉള്ളതല്ലല്ലേ. കാരണം ഇതെന്ത് ന്യായത്തിന്റെ പേരിലാണ് ഇവർ തടഞ്ഞു നിർത്തുന്നത്? ആ ദേവി അവരോട് പറഞ്ഞു ഇന്ന ആൾക്കാർ മാത്രമേ കയറി വരാവൂ, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ മാത്രമേ പ്രവേശിപ്പിക്കാവുള്ളൂ, അവർ വിളക്കില്ലെങ്കിൽ നിങ്ങൾ കയറ്റരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ പാറാവുകാരെ പോലെ അവരെ നിർത്തിയിരിക്കുന്നതാണോ ഈ ചേട്ടന്മാരെയൊക്കെ? ശരിക്കും പറഞ്ഞാൽ ഇവന്മാരെ കൊണ്ട് എന്ത് ഉപയോഗമാണുള്ളത്? ഒരു ഉപയോഗവും ഇല്ല. നാട്ടുകാർക്കും ഗുണമില്ല, വീട്ടുകാർക്കും ഗുണമില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അതുകൊണ്ടല്ലേ വീട്ടിൽ വേറെ പണിയില്ലാത്തതുകൊണ്ടാണല്ലോ ഇത്തരത്തിൽ വന്നിരുന്ന് സദാചാര കമ്മിറ്റികൾ കൂടുന്നത്. ശരിക്കും ജാസി ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ഇവന്മാർ ഇത്തരത്തിലൊരു ചോദ്യം ചെയ്തിരുന്നെങ്കിൽ ശരി, നമുക്ക് ഇവരെ പറയാം. ഒരു പ്രശ്നവുമില്ലാതെ പുള്ളിക്കാരി ഡയറക്റ്റ് വന്ന് പറയുന്നുണ്ട് ഞാൻ പ്രാർത്ഥിക്കാനാണ് വന്നത്, തൊഴാനാണ് വന്നത്, എനിക്ക് വിളക്കെടുക്കാൻ പറ്റില്ല എന്ന് വളരെ മാന്യമായിട്ട് തന്നെയാണ് ജാസി പറയുന്നത്. എന്നിട്ടും ഇവന്മാര് അത് ചെവി കൊള്ളുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും വരാനുള്ള അധികാരമുണ്ട്. അപ്പം എല്ലാവർക്കും പറയാം, എല്ലാം ട്രാൻസ്വുമണും ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള അല്ലാത്ത ആളുകളും വരുന്നുണ്ട്. അപ്പം അങ്ങനെ വരാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഇത്തരത്തില് ജാസി വന്നപ്പോൾ അത് തടഞ്ഞു നിർത്തി എന്തിനാണ് വന്നത്, അല്ലെങ്കിൽ വിളക്കെവിടെ എന്നുള്ള ചോദ്യം ചോദിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ശരിക്കും സ്റ്റാർ ആകാൻ നോക്കിയതാണ്, പക്ഷേ പണി പാളി, ചീറ്റിപ്പോയി സംഭവം. എന്തായാലും ജാസി ഇവന്മാർക്കെതിരെ കേസ് കൊടുത്താലുണ്ടല്ലോ, ഇവന്മാരുടെ കാര്യം കട്ടപ്പുക തന്നെ. വീട്ടുകാർക്ക് ഉപയോഗമില്ലാതെ അതുപോലെ നാട്ടുകാർക്ക് ഉപയോഗമില്ലാതെ കോടതിയും പോലീസ് സ്റ്റേഷനിലൊക്കെ പറഞ്ഞ് ഇറങ്ങി നടക്കേണ്ടി വരും. ഒരു പ്രശ്നവുമില്ലാതെ വളരെ മനോഹരമായിട്ട് നടക്കുന്ന ആ ഒരു റിച്വലിനിടയിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇവന്മാർ ഇറങ്ങിയത് അല്ലേ? അത് നോക്കുമ്പോഴത്തേക്ക് അവിടെ എന്താ സംഭവം? ശരിക്കും കയ്യൂക്ക് കാണിക്കാൻ വരുന്നത് തന്നെയാണ്, മറ്റൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ സ്റ്റാർ ആവുക, ഒരു പട്ടിഷോ എന്ന് പറയില്ലേ, അതേപോലെ തന്നെ പരിപാടി കാണിക്കുന്നത്. അപ്പൊ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ കൺമുന്നിൽ കണ്ടാൽ നമ്മൾ തീർച്ചയായിട്ടും അത് പ്രതികരിക്കണം അല്ലെ? അത് നമ്മൾ മിണ്ടാതിരിക്കുന്നതോടാണ് ഇവന്മാരെ പോലെയുള്ളവരൊക്കെ അങ്ങ് വളർന്ന് പന്തലിച്ച് അങ്ങ് പോകുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവന്മാരൊക്കെ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിൽ ഇവന്മാരങ്ങ് വളർന്ന് പന്തലിച്ച് നിൽക്കും. അവര് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ ശരി, നമുക്ക് അവരെ ന്യായീകരിക്കാം. ഇവിടെ ജാസി വിളക്കെടുക്കാനല്ല വന്നത്, പ്രാർത്ഥിക്കാൻ വന്നതാണ്. അത് മാന്യമായിട്ട് അവർ പറയുന്നുമുണ്ട്. അപ്പം അതിനെതിരെയായിട്ട് ഇത്തരത്തിൽ ഒരു തടഞ്ഞു നിർത്തിക്കൊണ്ടുള്ള അവരുടെ ഒരു പ്രഹസനം എന്ന് പറയും, അതൊരിക്കലും നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല. അതിനെതിരെ പ്രതികരിക്കണം. അത് മിണ്ടാതെ കണ്ടുകൊണ്ട് നിൽക്കരുത്. ഈ ഒരു ക്ഷേത്രത്തിലെ ഐതിഹ്യമായാലും റിച്വൽസ് ആയാലും എല്ലാം ഈ ഒരു ക്ഷേത്രത്തിലെ ആ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ ആർക്കും മാറ്റി നിർത്താനുള്ള അവകാശമില്ല, അവരെല്ലാവർക്കും വരാം. അത് തന്നെയാണ് അവിടെ ആ ഒരു ക്ഷേത്രത്തിൽ പറയുന്നത് തന്നെ, ആ ക്ഷേത്രത്തെ കുറിച്ച് പറയുന്നത് തന്നെ. അവിടെ ആർക്കും ഇന്ന ആൾക്കേ വരാവൂ എന്നുള്ള വേർതിരിവൊന്നുമില്ല, എല്ലാവർക്കും വരാവുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമാണ്, ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി നമ്മുടെ കൺമുന്നിൽ കാണുമ്പോൾ നമ്മൾ അതിനെതിരെ പ്രതികരിച്ചേ പറ്റുള്ളൂ അല്ലേ? കാരണം ഇത്തരത്തിലുള്ള സദാചാര കമ്മിറ്റിമാർ, അമ്മാവന്മാരായാലും ചേട്ടന്മാരായാലും അവരുടെ ഷോ വീട്ടിൽ കാണിച്ചാൽ മതി. നാട്ടുകാരുടെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പാവങ്ങളുടെ തലയിൽ കയറി നിരങ്ങാൻ വരേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പൊ എന്തായാലും ജാസിയുടെ ഈ ഒരു ന്യൂസ് തന്നെ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ ഒരു തടഞ്ഞു നിർത്തിക്കൊണ്ട് അവരോടൊരു ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇവിടത്തെ ന്യായമാണ്. ശരിക്കും ജാസിയെ പോലെയുള്ള ആളുകൾ, ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് എതിരായിട്ടല്ലേ ഉമ്മാർ ഇങ്ങനെ ഷോ കാണിക്കാൻ നിന്നത്? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ കണ്ടാൽ അത് ഉടനടി തന്നെ പ്രതികരിക്കണം, അല്ല മിണ്ടാതിരിക്കുകയല്ലേ ചെയ്യേണ്ടത്.